വെണ്ണിലാവിൻ തളിരല്ലേ നീ വെൺകിനാവിൻ കതിരല്ലേ വർണ്ണരാവിനൊളിയല്ലേ നീ ആനമേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BB ക്രീമിന്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഒന്നല്ല 2 BB ക്രീം ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പൊ രണ്ടിന്റെയും കൂടെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ BB ക്രീം വന്നിട്ട് പോൺസിന്റെ ഈ BB ക്രീം ആണ് കേട്ടോ. ഇത് ഒറ്റയ്ക്കായിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ BB ക്രീം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഗ്ലോ ആൻഡ് ലവ്ലി പറഞ്ഞിട്ടുള്ള ഒരു BB ക്രീം ആണ് കേട്ടോ. അപ്പൊ ഇതിന് രണ്ടിന്റെയും ഡിഫറൻസ് ഒക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏത് സ്കിൻ ടൈപ്പിനാണ് പറ്റണത്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗായ്സ്, നമ്മള് ഇതിന്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 9 ഗ്രാം, ഇത് 9 ഗ്രാം, അങ്ങനെ 9 ഗ്രാംസ് ആണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ MRP വന്നിട്ട് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഇങ്ങനെ പിടിക്കാം ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ ഗായ്സ്, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഫെയർ ആൻഡ് ലവ്ലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ MRP വന്നിട്ട് 49 റുപ്പീസ് ആണ് വരുന്നത്. ഇതിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ 84 റുപ്പീസ് ആണ് കേട്ടോ വരുന്നത്. പാക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല രസമാണിത്, പക്ഷെ ഇത് അത്ര രസമില്ല ഗൈസ്. പിന്നെ ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഷെയ്ഡേ വരുന്നുള്ളൂ. ഷെയ്ഡ് 1ഉം ഷെയ്ഡ് 2ഉം, അല്ലാണ്ട് പേരും നാളൊന്നും ഇല്ല ഇതില്. ഷെയ്ഡ് 1 ഷെയ്ഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഷെയ്ഡ് 1 ആണ് കേട്ടോ. ഇതിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഷെയ്ഡ് തന്നെയാണ് ഇതിന് വരുന്നത്. ഒന്ന് ഐവറിയും ഒന്ന് വേറെ നാച്ചുറലോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അങ്ങനെ 2 ഷെയ്ഡ് തന്നെ ഇതിനുള്ളൂ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് ഗൈസ്. ഇതിലെന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കട്ടെ. ഇതിൽ SPF ഉണ്ട്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ SPF ഉണ്ട്. അതെന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. ഇതിൽ SPF 30 PA++ ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ എൻറിച്ച്ഡ് ക്രീം ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരു ലൈറ്റ് മേക്കപ്പ് ഗ്ലോ ആണ് തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ ആണെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊരു സംഭവം പറയുന്നില്ല ഗൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഇതിൽ SPF ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഏത് സ്കിൻ ടൈപ്പിനാണ് ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ പോൺസിന്റെ. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് തീരെ പറ്റാത്തൊരു സംഭവമാണ് ഇത്. മറ്റുള്ള സ്കിൻ ടൈപ്പുകാർക്ക് അടിപൊളിയായിരിക്കും. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ ഈ സംഭവം മേടിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം അതേപോലെ തന്നെ ഇത് ഭയങ്കര തിക്കാണ്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു നല്ല ക്രീം കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഇതൊരു ഫേസ് ഭയങ്കര ഡ്രൈ ആയ പോലെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല ഗൈസ്, ഇത് നല്ല അടിപൊളിയാണ്. ഇത് ബ്ലെൻഡ് ചെയ്യാനും നല്ല സുഖമാണ്. അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ഒന്നും ആക്കണില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഫേസിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ അത് കാണാം. ഗായ്സ്, നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഈ സൈഡിൽ ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഈ ഗ്ലോ ആൻഡ് ലവ്ലി പറഞ്ഞിട്ടുള്ള ഈ സംഭവവും അതേപോലെ തന്നെ ഈ സൈഡിൽ പോൺസിന്റെ ഈ BB ക്രീമും കൂടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ നമുക്ക് ഇട്ടോക്കാം. അപ്പൊ അതാ നമ്മുടെ ഫസ്റ്റ് ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയുടെ ആണ് എടുത്തിരിക്കുന്നത്. അയ്യോ, അത് തുറന്നപ്പോഴേക്കും പുറത്തേക്ക് വന്നു ഗൈസ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ട്യൂബ് വരുന്നത് കേട്ടോ, നമ്മുടെ ഓയിൽമെന്റിന്റെ ട്യൂബ് ഒക്കെ പോലെ. ഇത് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സൈഡിലാണ് ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീം ഇടുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കാം. ഫെയർ ആൻഡ് ലവ്ലി പോൺസ് എന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരെ അപ്ലൈ ചെയ്യാം. One eternity later. അപ്പൊ ഗൈസ്, കുറെ നേരത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്ത് വരാൻ കേട്ടോ. നിങ്ങക്ക് കണ്ട മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇത് ഇട്ടപ്പോ ഫീൽ ചെയ്യണ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊടുമ്പോ ഒരു സോഫ്റ്റ്നെസ് ഒന്നുമില്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പോൺസിന്റെ ഒന്ന് ഇട്ടോക്കാം.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇതിന്റെ ട്യൂബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റത് ഭയങ്കര ഒരു ഓയിൽമെന്റ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈ സൈഡ് കൊണ്ടാണ് ഞാൻ പോൺസിന്റെ BB ക്രീം ബ്ലെൻഡ് ചെയ്തത്. അപ്പം നമുക്ക് ഇനി ഈ സൈഡ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ രണ്ടും കൂടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ഞാൻ തന്നെ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ചേടാ കഴിഞ്ഞു. പക്ഷെ മറ്റത് ഭയങ്കര പണിയായിരുന്നു ഗൈസ്. ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും കണ്ടാൽ മനസ്സിലാവില്ല. ഇത് ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. പക്ഷെ ഡ്രൈ സ്കിന്നുകാർ മേടിക്കരുത് ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രയുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.